ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ പുതിയൊരു ലംബോർഗിനിയുടെ ഒരു കാറ് ലോഞ്ച് ആയിരിക്കുകയാണ്. നമ്മുടെ സിറ്റിയിൽ ആപ്പാട് 2 ലംബോർഗിനി ഉണ്ട്. എന്നിട്ട് അതല്ലാതെ ഇപ്പോൾ പുതിയൊരു ലംബോർഗിനി ലോഞ്ച് ആയിരിക്കുകയാണ്. ലംബോർഗിനി ടർസോ എന്നാണ് ആ ഒരു കാറിൻ്റെ പേര്. എൻ്റെ ഇവിടെ ഈ സിറ്റിയിലുള്ളൊരു ലംബോർഗിനിൻ്റെ ഷോറൂമിലാണ് ആ കാറ് വന്നിട്ടുള്ളത്. ഒരെണ്ണേ വന്നിട്ടുള്ളൂ. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അടുത്ത് ലോഞ്ച് ആയതാണ്. ഇന്നലെ എത്തിയാണ് ലോഞ്ച് ആയത്. നമ്മുടെ ഈ ഒരു സിറ്റിയിലാണ് ആദ്യം വന്നത്. ഞാനിവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇവിടെ കൊണ്ടുപോയി എൻ്റെ ബൈക്ക് നിർത്തിയിട്ടുണ്ട്. കാരണം ആരും കാണണ്ട. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഷോറൂമിൻ്റെ അകത്തോട്ട് പോവാം. അയ്യോ, മാസ്ക് ഇട്ടില്ലെങ്കിൽ പണിപ്പാളും. അങ്ങനെ മാസ്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഷോറൂമിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം. നമുക്കൊരു സാധാരണ ആളിങ്ങനെ നടന്നു പോകണ പോലെ നടന്നു പോവാം. ഓക്കെ, ഞാൻ ഇവിടെ കയറാറ്റിയിട്ട് പതുക്കാണ് നടക്കാം. ഇവിടെ നോക്കുമ്പോൾ ആരും കാണാനില്ല. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഓക്കെ, അത് ആരും എനിക്ക് കാണില്ല, ആരും ഇല്ല തോന്നുന്നത്. എൻ്റെ ഇവിടെ ഒരു നീല ലംബോർഗിനി ഉണ്ട് ആൻഡ് ഒരു പച്ച ലംബോർഗിനി ഉണ്ട്. ഇത് വേറെ ടൈപ്പാട്ട്, ഇതല്ല. ആൻഡ് ഒരു വെള്ള ലംബോർഗിനി നേരത്തെ കണ്ട പോലത്തെ. ആൻഡ് ഇവിടെ ഇല്ല, മേലെ ആവാനാണ് സാധ്യത. നമുക്ക് മേലെ ഒന്ന് പോയി നോക്കി നോക്കാം. മേലെ ഉണ്ടാവാതെ ഇരിക്കുക ഒരു വഴിയില്ല. ഓക്കെ, ഇവിടെ ഇതാണ് തോന്നുന്നു ലംബോർഗിനി ടർസോ. ഇത് ലംബോർഗിനി തന്നെതാ. ലംബോർഗിനിയുടെ എംബ്ലമൊക്കെ ഉണ്ട് നടുവിൽ. ആൻഡ് ഈ ലംബോർഗിനി നമ്മുടെ സിറ്റിയിൽ ഭയങ്കര പോപ്പുലറാണ്. ബട്ട് ഇത് ഇപ്പം അടുത്ത് ലോഞ്ച് ആയതാണ്. നല്ല സീന് ലുക്കാട്ടാ. നമുക്ക് ഈ വണ്ടി ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഫ്യൂച്ചറിലൊക്കെ എങ്ങനത്തെ ഒരു ടെക്നോളജികളൊക്കെ ഹൈ ടെക്നോളജിയൊക്കെ അതുപോലത്തെ വണ്ടിയൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ താഴ്ത്തിക്കെത്തി. ഇതാരാ? മോനെ, വണ്ടി മോഷണ ആളോ? ഞാൻ ഇവിടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ശരിയാക്കി തരടാ. ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാടാ. എൻ്റെ കാര്യത്തിൽ നിന്നൊരു തീരുമാനമാക്കും. അയ്യോ സാറേ, ഞാൻ വണ്ടി മോഷിച്ചൊന്നല്ല, ജസ്റ്റ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയതാ. എടാ, ഞാനാടെ ഈ ഷോറൂമിൻ്റെ മുതലാളി. അല്ലടാ, കടയുടെ മുതലാളി, സോറി. ഞാൻ എടുക്കുള്ളൂ. ഇതേ കിടക്കണം അവിടെ. എന്നിട്ടാണ് കൊല്ലാൻ വന്നിരിക്കണേ. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അയാളറിഞ്ഞാലേ പോലീസ് വരുള്ളൂ. ബട്ട് സിറ്റിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ അറിയാൻ സാധ്യതയുണ്ട്. കാരണം ഈ വണ്ടി വാങ്ങാനായിട്ട് ഒരാൾ ബുക്ക് ചെയ്തിരുന്നൊരു പ്രമുഖനാണ് ഈ സിറ്റിയിലെ. അതുകൊണ്ട് തന്നെ ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പണിയാവും. അപ്പോൾ ആരും കാണാനില്ല എന്ന് ഞാൻ കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് പോലീസ് വണ്ടി അല്ലേ? എന്നെ പിടിക്കാനാണ്? അല്ല, വേറെ ആരെങ്കിലും. ഇതെൻ്റെ പിന്നാലെ ഇത് എന്നെ പിടിക്കാൻ വരുന്നത്. ഇത് ആരോ ആരോ കണ്ട്. ഏതോ ഒരാൾ കണ്ടിക്കണേ. ഈ ഡോർ തുറന്ന് ഈ വേഗം അടഞ്ഞ് കുഴപ്പമില്ല തോന്നുന്നു. ഓക്കെ, നമുക്ക് വേഗം ഇവിടെ പോലീസൊക്കെ വരുന്നു. പിന്നെ ഈ വണ്ടിക്ക് നല്ല സ്പീഡിലുള്ളതുകൊണ്ട് കൺട്രോളൊന്നും കിട്ടണില്ല. നമുക്കിതിപ്പോൾ ഇങ്ങോട്ടേക്ക് പോവാം. ഞാൻ ഈ കാണുന്ന വഴിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പോലീസിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ഈ വണ്ടീൻ്റെ ഡോറാണെങ്കിൽ ചെറുതായിട്ട് അടയണമില്ല. എൻ്റെ ഫ്രണ്ടിൽ പോലീസ്. വണ്ടിക്ക് ഇരിക്കല്ലേ. നമ്മൾ സോമനാണ് ഈ വണ്ടി അടിച്ച് മാറ്റാൻ പറഞ്ഞത്. സോമൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അവൻ നമുക്ക് മിഷൻ തന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ തരും. ഇന്നിങ്ങനെ അവൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ എടുക്കൂല. അതാണ്. അമ്മേ, ഇവിടെ ആരാണ് ഈ സ്റ്റണ്ട് ചെയ്യുന്ന സ്ഥലമൊക്കെ കൊണ്ടുവച്ച്? നമുക്ക് തൽക്കാലത്തേക്ക് വേറെ എവിടേക്കെങ്കിലും പോകണം. നമ്മൾ സ്റ്റണ്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറുകയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും. സോ നമുക്ക് ഇപ്പോൾ എങ്ങോട്ടാ പോവുക? തൽക്കാലത്തേക്ക് നമുക്ക് എവിടേക്കെങ്കിലും ദൂരേക്ക് പോകണം. അതിപ്പോൾ എവിടെ പോവാം? നല്ല ഉയരമുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ ഹൈഡായി നിൽക്കാൻ പറ്റുന്ന സ്ഥലം. അതിപ്പോൾ അവിടെ പോവാൻ നമുക്കില്ലേ ഈ സിറ്റിയിൽ? ജസ്റ്റ് മിസ് ഇപ്പോൾ ഒരാളടിച്ചിരുന്നത്. ബ്രേക്ക് ഇട്ടില്ല. അമ്മച്ചി, പോലീസ് വണ്ടി ഇപ്പം ഇടിക്കോ? ഇവിടുത്തെ പോലീസിൻ്റെ പൊട്ടന്മാരെ. വണ്ടി സ്ക്രാച്ച്. അയാളുടെ ഡോറ് പോയി. അല്ല, പോലീസിൻ്റെ ഡോറ് പോയി. ഞാൻ എന്നെ പറഞ്ഞു, ഈ വണ്ടി തൊട്ടല്ലേ നിങ്ങനെ ഡോറാകും പോവുക. എൻ്റെ വണ്ടി ഒന്ന് ഇടിച്ച അവന്മാരുടെ ഡോറാണ് പറന്നുപോയി. നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയിക്കാം. എൻ്റെ സ്റ്റാർ പോയി. എൻ്റെ 100 ലെവലിൽ പോയി. പോലീസുകാർ പോയി. അവന്മാരെ വണ്ടി പൊട്ടിയപ്പോൾ അവന്മാർ പോയി. നമുക്ക് ഈ വണ്ടിക്ക് കയറിയിട്ട് കുഴപ്പമൊന്നുമില്ല. സ്ക്രാച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സീന വണ്ടി കേട്ടാ. അത് ഇടിച്ചിട്ട് അവന്മാരുടെ വണ്ടിയുടെ ഡോറ് പറന്നുകൊണ്ട് പോയി. വിചാരിച്ച പോലല്ലേ ഈ വണ്ടി പൊളി. നമുക്ക് സോമൻ്റെ അടുത്ത് കൊടുക്കാം. അവൻ നമുക്ക് നല്ല പൈസ തന്നോളൂ.